നമുക്കൊക്കെ വീഡിയോയുടെ ഫയൽ സൈസ് കുറക്കാനും ഒരേ ക്ലാരിറ്റിയിൽ ഫയൽ സൈസ് കുറച്ചിട്ട് നമുക്ക് ചിലപ്പോൾ 100-150 MB ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫയൽ സൈസ് കുറച്ച് ഒരു 50 MB ഒക്കെ ആക്കാൻ അതിനൊക്കെ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് ആ ആപ്ലിക്കേഷനിൽ നമ്മുടെ വീഡിയോസ് ക്വാളിറ്റി ഒട്ടും തന്നെ കുറയാതെ നമുക്ക് കംപ്രസ് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ജസ്റ്റ്. അപ്പോൾ അതൊന്ന് നോക്കാം, അതൊന്ന് നോക്കാം. ലോഡായി വരുന്നുണ്ട്, കംപ്രസർ ലോഡായി വരുന്നുണ്ട്. ലോഡായി വന്നാൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി അതുപോലെ നമ്മൾ എടുത്ത വീഡിയോ അതേപോലെ തന്നെയാണ് ഇത് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടും ക്വാളിറ്റി കുറയാതെ നമ്മളൊരു 50% വരെയൊക്കെ നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടാതെ കിട്ടും നമുക്ക്. അതുപോലെ അത് ഷെയർ ചെയ്യാം നമുക്ക്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അങ്ങനെ ഏതൊക്കെ അക്കൗണ്ട് അതിലെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിനൊക്കെ പറ്റും. നമുക്ക് ലോ ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്. ഹൈ ക്വാളിറ്റി ആകുമ്പോൾ നമുക്കൊരുവിധം ക്വാളിറ്റിയോടുകൂടി തന്നെ കിട്ടും. ഇനി ലോ ക്വാളിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫയൽ സൈസ് ഒന്നുകൂടി കുറവാകും. പക്ഷേ നമുക്ക് അത്ര ക്ലാരിറ്റി ലേശം ക്ലാരിറ്റി കുറവായിരിക്കും ലോ ക്വാളിറ്റിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നല്ല ക്ലാരിറ്റിയോട് കിട്ടണമെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഇട്ട് നമ്മൾ കംപ്രസ് ചെയ്യണം. നമ്മളിപ്പോൾ ലോ ക്വാളിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ 2 എണ്ണം ഞാൻ കാണിച്ചു തരാം. 2 വീഡിയോ ഈ വീഡിയോ തന്നെ 2 ലോ ക്വാളിറ്റിയിൽ ഏറ്റവും താഴ്ന്ന റെസൊല്യൂഷനിലും ഏറ്റവും ഹൈ റെസൊല്യൂഷനിലും ലോ ക്വാളിറ്റിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ. ഇനി ഈ വീഡിയോ തന്നെ നമുക്ക് ക്വാളിറ്റി ഒന്ന് മാറ്റി റെസൊല്യൂഷൻ കൂട്ടി ഒന്ന് എടുത്തു പോകാം. ഇത് ലോ ക്വാളിറ്റിയിലാണ് കേട്ടോ. ലോ ക്വാളിറ്റിയിൽ ഹൈ റെസൊല്യൂഷൻ ഇത് നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടത് ലോ റെസൊല്യൂഷനിലാണ്. അപ്പോൾ അത് വളരെ കുറച്ച് MB നമുക്ക് നോക്കിയാൽ തന്നെ വളരെ കുറച്ച് MB ഉള്ളതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും MB ഉള്ള ഫയൽ സൈസ്, പക്ഷേ അത് ക്വാളിറ്റി ഇല്ല. ഒരു ഗ്രേസിങ് ഒക്കെ കൂടെയാണ് വരുന്നത്. അപ്പോൾ അതൊരു ക്വാളിറ്റി ഇല്ലാത്ത രൂപത്തിലാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ലോഡായി വരട്ടെ, നമുക്കൊന്ന് നോക്കാം. ഇത് ഒന്ന് ലോഡായി വരുമ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതായിപ്പോൾ കണ്ടില്ലേ, ലോ ക്വാളിറ്റിയിൽ നല്ല ഹൈ ഇതായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈ ക്വാളിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിലൊരു 50% വരെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായി കിട്ടും. പകുതിയിലധികം കുറയും, സൈസ് കുറയും, നമ്മുടെ ഫയൽ സൈസ് കുറയും. നമുക്ക് ആ 3 വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. രണ്ടാമത്തെ വീഡിയോ ഒന്ന് നോക്കാം. ഒന്ന് ഹൈ ക്വാളിറ്റിയിലും ഒന്ന് നമ്മൾ ലോ ക്വാളിറ്റിയിൽ ഏറ്റവും ഇതാണ് മൂന്നാമത്തത്. രണ്ടാമത്തെ ലോ ക്വാളിറ്റിയിൽ ഫസ്റ്റ് ഇതിൽ ആക്കിയ വീഡിയോ. അങ്ങനെ 3 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അതുപോലെ ഒരു ഫോട്ടോയുടെ നമുക്ക് വീഡിയോ മാതിരിയല്ല, ഫോട്ടോ നമുക്ക് കൂടുതൽ സൈസ് ആക്കാം. നമുക്ക് അതിൻ്റെ ഒറിജിനൽ സൈസിനേക്കാളും കൂടുതലും ആക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഫോട്ടോയുടെ സൈസ് നമുക്ക് ഒറിജിനൽ സൈസ് എന്നുള്ളത് മുകളിൽ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ ഉള്ള സൈസിനേക്കാളും കൂടുതലായിട്ടുള്ള സൈസ് എൻ്റെ കിട്ടും. അപ്പോൾ ഒറിജിനൽ സൈസ് അത് നമുക്കതിൻ്റെ മുകളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്കതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഏത് ക്വാളിറ്റിയിൽ വേണമെന്നുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഫോട്ടോയിൽ.
നമുക്കിപ്പോൾ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 200-500 MB ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവും, നമുക്ക് ആകെ 1.5 GB ഒക്കെ ഉള്ളൂ നെറ്റ് ഉണ്ടാവുള്ളൂ. ഈ നെറ്റ് നീ 1.5 GB ഈ 200-300 MB ഒക്കെ ഇതിനും വേണ്ടി പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യണം വേണേനും ആവശ്യമാണേനും അത്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭം വരുമ്പോൾ നമുക്ക് ഇത്തരം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് MB കുറച്ച് നമുക്ക് ആ ഫയലിന് MB കുറച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക എങ്ങനെയുണ്ട്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതുപോലെ നമുക്ക് സ്പീഡാക്കിയിട്ട് വീഡിയോ സ്പീഡിൽ നമ്മളിപ്പോൾ നമ്മുടെ ക്യാമറ കൊണ്ട് ഫോണിൻ്റെ ക്യാമറ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ സ്പീഡൊന്നും കൂട്ടാനൊന്നും കഴിയില്ല. അപ്പോൾ അത് സ്പീഡ് നമ്മൾ അപ്പോൾ 4 ഒടുങ്ങിയ സ്പീഡിലാണ് ഇപ്പോൾ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്പീഡിൻ്റെ ഒന്ന് നോക്കി നോക്കാം, എങ്ങനെ എത്ര കൊണ്ട് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോ എന്നൊന്ന് നോക്കുക. അപ്പോൾ അതുപോലെ അതുതന്നെ ഒരു വീഡിയോ ആണ്. പെട്ടെന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് വീഡിയോയുടെ സ്പീഡും കൂട്ടാൻ കഴിയും. അതുപോലെ നമുക്ക് വേണ്ട ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കംപ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വീഡിയോ വലിയൊരു ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ നമുക്കത് മുഴുവൻ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ കംപ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, ഇത്രയും വലിയ വീഡിയോ ആണ്. നമുക്കത് ഏത് വരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കംപ്രസ് ചെയ്യാം. ഒരുപാട് ഉപകാരപ്രദമാകുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ യൂട്യൂബർമാർക്കും അതുപോലുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ യൂസ്ഫുൾ ആയതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ മാർക്കില്ല ഇതിൽ. നമ്മൾ വാട്ടർ മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് വാട്ടർ മാർക്കോട് കൂടിയാണ് പല ആപ്ലിക്കേഷൻ ഇത്തരം ഇതുകളൊക്കെ ഉണ്ടെങ്കിലും വാട്ടർ മാർക്ക് ഉണ്ടാവും. അവരുടെ ആ കമ്പനിയുടെ ഒരു വാട്ടർ മാർക്ക് ആ വീഡിയോയിലുണ്ടാവും. ഇത് അത്തരം ഒന്നുമില്ല.